ഇന്ന് കുഞ്ഞിന് കൊടുക്കാൻ പോകുന്നത് ചിക്കനും റൈസൊക്കെ ഇട്ട റൈസാണ്. ചിക്കനും ക്യാരറ്റും പൊട്ടേറ്റും ടൊമാറ്റോയും പിന്നെ ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്തേക്കുന്നത്. ഇതൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിൽ നമുക്ക് വേറെ വെജിറ്റബിൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ക്യാരറ്റും പൊട്ടേറ്റോയും ചിക്കനും ടൊമാറ്റോയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഇട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾക്കുള്ള കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിളും ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിൽ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തേക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പുതിനയാണ്, മല്ലിയിലയും പുതിനയാണ് ഇട്ടേക്കുന്നത്. അത് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിത് കൊച്ചിനൊരു 7 മാസം കഴിയുമ്പോഴത്തേന് കൊടുക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അവന് അലർജിയോ വോമിറ്റിങ്ങോ അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ ഒന്നും ഇത് കൊടുത്തു കഴിഞ്ഞ് ആയില്ല. അപ്പോൾ ഞാനതൊരു വീക്ക്ലി മന്ത്സൊക്കെ വെച്ച് അവനിത് കൊടുക്കാൻ തുടങ്ങി. അവനിത് നന്നായി ഇഷ്ടപ്പെട്ട ഫുഡാണ്. കാരണം ഇപ്പോൾ ഈ ഒരു 7-8 മന്തൊക്കെ എന്ന് പറയുമ്പോൾ കൊച്ചുങ്ങൾ നന്നായി കളിക്കാനൊക്കെ തുടങ്ങിയ പ്രായമല്ലേ. അപ്പോൾ അവർക്ക് ബോണിനൊക്കെ നല്ല സ്ട്രെങ്ത്തൊക്കെ വേണം. അപ്പോൾ ഞാനത് ഒരു 7 മന്ത് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിൽ എന്താ പറയുക, വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു 7 to 6 വിസിൽ വരെ നന്നായി വെക്കണം. കാരണം ചിക്കൻ നന്നായി വേകണം. ചിക്കനും ഇതെല്ലാം ചിക്കൻ നന്നായി വെന്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ചിക്കനിൽ ഉപ്പ് രസം ഉള്ളതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറില്ല. പിന്നെ നന്നായി വേവിച്ചിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഇത് നല്ലൊരു ഫുഡാണ്. ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ്. നല്ലതായിട്ട് എന്താ പറയുക മിക്സിയിലിട്ട് അടിക്കണം. കാരണം കൊച്ചിന് അവർക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ അതിൽ കിട്ടിയാൽ മതി. നല്ലൊരു ഫുഡാട്ടോ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ്.